ഷിനു, CPI-ക്കകത്ത് ഒരു വിഭാഗീയത ഉടലെടുത്തിരുന്നു എന്നുള്ള വലിയ ആരോപണം നിലനിന്നിരുന്നു. പല നേതാക്കന്മാരും ആ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ BJP-യിലേക്ക് പോയി കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ GN ഗുരുനാഥൻ പറയുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്ന് പരാതി അയച്ചു എന്നുള്ളത് വസ്തുത ആണ് എങ്കിൽ പോലും പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിന് ശേഷമാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഒരു ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്നു. എന്തായിരുന്നാലും ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം CPI-യുടെ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഗുരുനാഥൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തമാക്കാൻ കഴിയുന്നത്? സന്ദീപ്, CPI-ക്കുള്ളിൽ വലിയ രീതിയിലുള്ള വിഭാഗീയതയാണ്. ആ വിഭാഗീയതയുള്ള കൊഴിഞ്ഞുപോക്ക് ഇനിയും തുടരുമെന്നാണ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ BJP-യിലെത്തിയ GN ഗുരുനാഥൻ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അറിയിച്ച് കത്ത് നൽകിയിരുന്നു. എന്നാൽ പരാതി പരിശോധിക്കാൻ പോലും സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല എന്നാണ് ഗുരുനാഥൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഗുരുനാഥൻ ആരോപിക്കുന്നത് K. സലീം കുമാർ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം മുതിർന്ന നേതാക്കളെ നിരന്തരമായി അവഗണിക്കുകയാണ്. മുതിർന്ന നേതാവായ മാത്യു വർഗീസിനെതിരെ നടപടിയെടുത്ത് പുറത്താക്കണം നിലപാടിനെ എതിർത്ത ആളുകളെല്ലാം കശാപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ CPI-യിൽ നിന്നും കൂടുതൽ ആളുകൾ തന്റെ ഒപ്പം എത്തുമെന്നും വരുന്ന 8-ന് BJP സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്ന വലിയ പൊതുസമ്മേളനം മൂന്നാറിൽ നടക്കുമെന്നും ആ യോഗത്തിൽ കൂടുതൽ ആളുകൾ BJP-യുടെ ഭാഗമെന്നും അദ്ദേഹം പറഞ്ഞു. CPI-ക്കുള്ള വിഭാഗീയത മുന്നെടുത്ത് നേട്ടമുണ്ടാക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത്. തമിഴ് തോട്ടം മേഖലയെ ലക്ഷ്യം വെച്ച് അതിന്റെ സ്വാധീനമുള്ള നേതാക്കന്മാരെ BJP-യിൽ എത്തിച്ച് സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവും BJP-ക്കുണ്ട്. BJP-യിൽ എത്തിയുള്ള കൊഴിഞ്ഞുപോക്കിൽ കോൺഗ്രസിനെ അടക്കം രൂക്ഷമായി വിമർശിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് ഈ കൊഴിഞ്ഞുപോക്ക്. ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ CPI ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ BJP-യിൽ നിന്ന് എത്തുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. സന്ദീപ്, അത്തരത്തിലാണ്. എന്തായിരുന്നാലും CPI-ക്കകത്ത് നിന്ന് കൂടുതൽ ആളുകൾ BJP-യിലേക്ക് പോകും എന്ന ഒരു വെല്ലുവിളി ഉയർത്തിയാണ് GN ഗുരുനാഥൻ ഇപ്പോൾ BJP-യോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. BJP അതൊരു രാഷ്ട്രീയ മുതലെടുപ്പായി അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അതിൽ നിന്ന് ഷിനു പങ്കുവെക്കുകയാണ്. നന്ദി.